രാഹുൽ ഷാളി കാണാൻ വയറെ തട്ടി വീട്ടില്ല വയറൊക്കെ നോക്കിയോളെ ഞാൻ പറഞ്ഞിരുന്നു. ഗുഡ് ഡീൽ. എടാ നിതിനെ എനിക്ക് കാര്യം പറയല്ലേ. ആ അടിച്ചു പൊട്ടില്ല. മഹാരാജ മാന്യരാജശ്രീ അഗസ്തി സീസർ ചക്രവർത്തിയുടെ കൽപ്പന നമ്മുടെ സാമ്രാജ്യത്തിലെ എല്ലാ ജനതകളുടെ കണക്കെടുപ്പ് നടത്താൻ സീസർ തിരുമേനി തീരുമാനിച്ചിരിക്കുന്നതിനാൽ എല്ലാവരും ഗോത്ര പിതാക്കന്മാരുടെ നഗരത്തിലേക്ക് പോകേണ്ടതാണ്. ഈ കൽപ്പന ലംഘിക്കുന്നവരെ ചക്രവർത്തി തിരുമേനി കഠിനമായി ശിക്ഷിക്കുന്നതാണ്. പ്രേക്ഷകരമായ ആ യാത്രയ്ക്ക് ലോകമായിട്ടുള്ളത് വെച്ച് ഏറ്റവും അത്ഭുതകരമായ സംഭവത്തിന് ബദലഹേം നഗരം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ജനങ്ങൾ അമിതമായി തലത്തിലുകൊണ്ട് ജോസഫിനും മറിയത്തിനും സത്രങ്ങളിൽ ഒരിടത്ത് പോലും താമസിക്കാൻ സ്ഥലം കിട്ടിയില്ല. എനിക്ക് ഒരടി പോലും വെക്കാനാവുന്നില്ല. അവിടെ ഒരു സ്വപ്നം കാണുന്നു. നമുക്ക് അവിടേക്ക് പോയി ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെയൊന്ന് കഴിച്ചു കൊടുക്കാൻ അല്പം ഇടം തരുമോ? എന്റെ സത്രത്തിൽ ഒരിടത്ത് പോലും ഇടമില്ല. എവിടുത്തെ നില അത് തന്നെയാണ്. എന്തൊരു ജനത്തിരക്ക്. എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ദീർഘമായ യാത്ര ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. എവിടെയെങ്കിലും ഒന്ന് കയറി കിടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. ഒരു കാര്യം ചെയ്യും. അപ്പുറത്ത് കന്നുകാലികളെ കിടത്തിയിരിക്കുന്ന ഒരു പുൽത്തൊഴുത്തുണ്ട്. അവിടെ കയറി കിടക്കാൻ ശ്രമിക്കൂ. അതോ ആട്ടിടയന്മാർ തീ കഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരോട് ചോദിച്ചാൽ ഒരുപക്ഷെ സാധിച്ചേക്കും. നന്ദി, വളരെ നന്ദി. ഒരിടത്തും ഇടം കിട്ടാതെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ആട്ടിടയന്മാരോട് ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഒരിടം കിട്ടിയല്ലോ. വേഗം കയറി കിടന്നോളൂ. തണുപ്പ് കൂടി വരികയാണ്. വേണമെങ്കിൽ അല്പസമയം ഈ തീരെ അടുത്തിരിക്കാം. വേണ്ട, ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ. ശരി, ആ കച്ചി വിരിച്ചു കിടന്നോളൂ. അല്പം ചൂട് കിട്ടും. ദൈവമേ, ഈ രാത്രിയിൽ ഇങ്ങനെയെങ്കിലും ഒരു അഭയസങ്കേതം ഞങ്ങൾക്ക് തന്നുവല്ലോ. അങ്ങേക്ക് സ്തുതി. പിതാവേ, അവിടുത്തെ വഴികൾ ആരറിയുന്നു? പറഞ്ഞിരിക്കേണ്ട, സമയം പാതിരയോട് അടുക്കുകയാണ്. വരൂ മറിയം, കച്ചി വിരിച്ചു കിടക്കാം. അടുത്ത